ഓൾ അബൌട്ട് പൈലറ്റ് ട്രെയിനിങ് ആയിട്ട് എല്ലാവരുടെയും ശ്വാസം മുട്ടിപ്പിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അല്ലാതെ പേപ്പറിൽ ഉൾപ്പെടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കും എക്സ്പെൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, പ്ലീസ് അവിടെ ഒന്നും നമുക്ക് എത്തിപ്പെടാനേ പറ്റില്ല. സോ വി കൻ സ്റ്റാർട്ട്. ഓക്കെ, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം ആണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. എനിക്കറിയാം കുറേ നാൾക്ക് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നതെന്ന്. കാരണം എന്താന്ന് ചോദിക്കുന്നവർക്ക്, ഞാൻ എപ്പോഴും അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടാറില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇൻസ്റ്റയിലാണ് എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. എനിവേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു Q&A ആയിട്ടാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പൈലറ്റ് ട്രെയിനിങ്. കുറേ നാളായിട്ട് എല്ലാവരുടെയും ശ്വാസം മുട്ടിപ്പിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും വരുന്നത് അബൌട്ട് പൈലറ്റ് ട്രെയിനിങ് ആണ്. സോ ഇന്ന് പൈലറ്റ് ട്രെയിനിങ്ങിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കുറേ റിക്വസ്റ്റ് വരുന്നത് പൈലറ്റ് ട്രെയിനിങ് എങ്ങനെ എനിക്ക് എബ്രോഡ് വരാൻ പറ്റും, വിസ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, റിക്വയർമെന്റ്സ് ആണ് എല്ലാവരും ചോദിക്കുന്നത്. റിക്വയർമെന്റ്സ് എന്താണ്, ഫീ സ്ട്രക്ചർ എന്താണ്, എനിക്ക് പൈലറ്റ് ആവാൻ പറ്റുമോ, എത്ര നാൾക്കുള്ളിൽ എനിക്ക് പൈലറ്റ് ആവാൻ പറ്റും, എന്തൊക്കെ എക്സാമുകൾ ഞാൻ ക്ലിയർ ചെയ്യണം, ഇങ്ങനെ കുറേ ഡൗട്ട്സുകളാണ് നമുക്ക് വരുന്നത്. അപ്പം ഇന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യാം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഞാൻ ഇതുവരെ അത് കറക്റ്റ് ആണ് എന്ന് വിശ്വസിച്ച് അതൊക്കെയാണല്ലോ എല്ലാം അത് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി തിരുത്തി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ബിലോ. ബാക്കിയുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാണ്ട് എന്നോട് ചോദിക്കുകയാണ്, പ്ലീസ് ചേച്ചി എനിക്കൊന്ന് പറഞ്ഞു താ എന്ന് പറയുമ്പോൾ പലപ്പോഴും റിപ്ലൈ കൊടുക്കാറില്ല. ഐ എം സോ സോറി അബൌട്ട് ദാറ്റ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പലരുടെയും റിപ്ലൈ മാക്സിമം കൊടുക്കാണ്ട് കുറച്ച് ലാഗ് എടുപ്പിച്ചത്. സോ ഇന്ന് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ ടാബിൽ ഞാൻ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ അല്ലാണ്ട് പേപ്പറിൽ ഉൾപ്പെടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി കൻ സ്റ്റാർട്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് ഇടുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരും. അല്ലാന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കയറിയിട്ട് അവർക്കൂടെ റിപ്ലൈ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിക്വയർമെന്റ്സ്. അപ്പൊ കുറെ പേര് ചോദിച്ച ചോദ്യമാണ് എന്തൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്സ് എന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ +2 പാസ്സാവണം. നിങ്ങൾ പാസ്സായിട്ടുണ്ടോ? ഫിസിക്സ് ആൻഡ് മാത്സ്. ഓക്കെ, ഫിസിക്സും മാത്സും നല്ലോണമൊക്കെ പഠിക്കുക. അത്യാവശ്യം ഒരു ബേസിക് അതിൽ ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഒരു 80% മാർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 50% മാർക്കെങ്കിലും നിങ്ങൾ ഫിസിക്സിലും മാത്സിനും വാങ്ങിക്കുക. ഓക്കെ, ഞാൻ ഏത് സബ്ജക്റ്റ് എടുക്കണം? പൈലറ്റ് ട്രെയിനിങ്ങിന് എനിക്ക് +2 കഴിഞ്ഞിട്ട് വരാനാണ് പ്ലാൻ. ഏത് സബ്ജക്റ്റ് എടുക്കണം? സോ അവര് ബയോളജി സയൻസ് എടുക്കുക. ബിക്കോസ് അതിൽ ഫിസിക്സും മാത്സും വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇനി +2 കഴിഞ്ഞിട്ട് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു, ബട്ട് ഫിസിക്സും മാത്സും ഞാൻ എടുത്ത കോഴ്സിൽ ഇല്ല. സോ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള ഒരു പെർഫെക്റ്റ് വേ ആണ് NIOS. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓപ്പൺ എക്സാം. ഈ ഓപ്പൺ എക്സാമിൽ നമുക്ക് ഫിസിക്സും മാത്സും എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ NIOS പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാണ്. അപ്പൊ അതിൽ മാത്സും ഫിസിക്സും എഴുതിയിട്ട് ആ ഒരു സബ്ജക്ട്സ് എഴുതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ്സ് നമുക്ക് ഓക്കെ ആണ്. ഞാനിപ്പോൾ കാനഡയിലാണ് ഈ ഒരു ട്രെയിനിങ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്ട്സ് ക്ലിയർ ചെയ്യുക പ്ലസ് IELTS. ഓക്കെ, സോ ഫസ്റ്റ് റിക്വയർമെന്റ്സിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയില്ലേ അല്ലേ? വിച്ച് കൺട്രി, ഏത് കൺട്രിയിലാണ് കോഴ്സ് ചെയ്യുന്നത് എന്നത് ഒരു വലിയ സംഭവമാണ്. ബിക്കോസ് ഞാൻ ആദ്യമേ ഇന്ത്യയിൽ പഠിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. ആൻഡ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കാനഡയിലാണ്. ബിക്കോസ് ഇന്ത്യയിൽ ദ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഞാൻ നോക്കിയപ്പോൾ കുറേ അധികം എക്സ്പെൻസീവ് ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ IELTS പഠിക്കാൻ പോയി കാനഡയിലോട്ട് ചാടി വന്നതാണ്. ഓൾസോ എനിക്ക് ഇവിടെ ഹെൽപ്പിനൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ഈസ് ഓൾസോ സ്റ്റഡിങ് ഹിയർ. അതുകൊണ്ട് ഞാൻ കാനഡ ചൂസ് ചെയ്തു, കാനഡയിലോട്ട് വന്നു. അപ്പം നിങ്ങൾ ഇന്ത്യയിലാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫിസിക്സും മാത്സും പോലെ ഇംഗ്ലീഷും കൂടെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ കണ്ടു. ഇതിന് തിയറി ഉണ്ട്, പ്രാക്ടിക്കലി ഉണ്ട്. തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ക്ലാസ്സസ് എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഫ്ലൈയിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നടക്കും. പക്ഷെ കാനഡയിലോട്ട് വരുമ്പോൾ ഇത് രണ്ടും നടക്കും. എങ്കിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആണ്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയിലെ ക്ലൈമറ്റ് കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ കാനഡയിലെ ക്ലൈമറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ വെതറാണ്.
ഗ്രൗണ്ട് ക്ലാസ് ഓക്കെ, നമുക്ക് വീട്ടിലിരുന്നാലും പഠിക്കാം, സ്കൂളിൽ പോയാലും ഇരുന്ന് പഠിക്കാം, സ്കൂളിൻ്റെ അകത്തിരുന്ന് പഠിച്ചാൽ മതി, ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ക്ലൈമറ്റിൻ്റെ കാര്യം നോക്കുമ്പം ഫ്ലൈയിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ വിന്റർ വരാണെന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദ സ്നോ, റെയിൻ, വിസിബിലിറ്റി, ഈ ഒരു റീസൺ കൊണ്ടൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ ക്യാൻസലായി പോകും. അപ്പം നമ്മൾ ഈ കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഒരു ക്ലൈമറ്റും കൂടെ നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ബിക്കോസ് ഇവിടെ ക്ലൈമറ്റ് ഏകദേശം വിന്റർ ഒരു 4 months 5 months ഒക്കെ കാണും. ഒരു പകുതി സമ്മറിന്റെ സമയത്ത് നമുക്ക് ഫ്ലൈ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും, വിന്ററിന്റെ സമയത്ത് കണ്ടിന്യൂസ് ഫ്ലൈയിങ് പറ്റില്ല. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് അബൌട്ട് വിസ പ്രോസസ്. അപ്പോൾ നമ്മളൊരു നാട്ടിലേക്ക് പോകുമ്പോൾ, നാട്ടിലല്ലോ കൺട്രിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ വിസ വേണം അല്ലെ. അപ്പൊ കാനഡയിലോട്ട് വരുമ്പം നമുക്ക് IELTS പാസ്സായാലേ വിസ കിട്ടുള്ളൂ. കാരണം IELTS എന്ന് പറഞ്ഞ ഒരു ജനറൽ റിക്വയർമെന്റ് ആണ്. അപ്പം ഞാൻ എവിടെയാണ് IELTS പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ പഠിച്ചത് കൊല്ലം മെഡിസിറ്റിയിലാണ് ഞാൻ IELTS പഠിച്ചത്. IELTS എഴുതുന്ന കുട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത് പ്രാക്ടീസ് പ്ലീസ്. കാരണം ഈ ഒരു പ്രാക്ടീസ് സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് IELTS ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം റീഡിങ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കുറേ പാരഗ്രാഫ് എടുത്ത് റീഡ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ആദ്യമൊക്കെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പതിയെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി വരത്തുള്ളൂ. പക്ഷേ പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഈ റീഡിങ് ഓക്കെ ആയിട്ട് വരും, നമുക്ക് അതിനോട് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് റീഡിങ് കംപ്ലീറ്റ് ആക്കി അതിന് ആൻസർ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. റൈറ്റിങ്ങും എഴുതി തന്നെ ശീലിക്കുക. അതിന് ഓരോ മൊഡ്യൂൾസ് ഉണ്ട്. ഒരു കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ റൈറ്റിങ്ങിന് എന്തൊക്കെയാണ് സോറി ഗൈസ്, നല്ല പനിയുണ്ടതുകൊണ്ട്. അപ്പോൾ ഓരോ കോച്ചിങ്ങിന് പോകുമ്പോൾ, ഓരോ കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ അവർ പറഞ്ഞു തരും റൈറ്റിങ്ങിന്. നമ്മൾ ഓരോ കോച്ചിങ് സെന്ററിൽ ഓരോ മൊഡ്യൂൾസ് ആയിരിക്കും കേട്ടോ. അപ്പം റൈറ്റിങ്ങിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റൈറ്റിങ്ങിന് നമ്മൾ പറയുന്നത് ഈ ഒരു മൊഡ്യൂളാണ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരും. അപ്പോൾ റൈറ്റിങ്ങിന് നമ്മൾ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ലിസണിങ്, യൂട്യൂബിൽ കുറേ ലിസണിങ്സിന്റെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. ലിസൺ ചെയ്യുക, എഴുതുക, വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈവൻ കോച്ചിങ്ങിനൊന്നും പോകാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ബിക്കോസ് ഞാൻ കോച്ചിങ്ങിന് പോയപ്പോൾ വലിയായിട്ട് പഠിക്കത്തില്ലായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ അവർ ഇഷ്ടംപോലെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. അതോടെ എനിക്ക് മനസ്സിലായി പ്രാക്ടീസ് ആണ് ഇതിലെ മെയിൻ ഐറ്റം. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ സംഭവം ഫോളോ അപ്പ് ചെയ്തു. യൂട്യൂബ് നോക്കി ഫുൾ ടൈം ലിസണിങ് ഒക്കെ കേട്ട് അതുമായിട്ട് ഞാൻ ഓക്കെ. അപ്പം ലിസണിങ് പഠിക്കുക. ഇനി എന്തോ ഉണ്ടല്ലോ, സ്പീക്കിങ്ങിന് കോൺഫിഡൻസ്. ഓക്കെ, പേടിക്കേ ചെയ്യരുത്. ജസ്റ്റ് ഒരു 2 minutes നമ്മൾ അതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു 2 minutes സംസാരിച്ചാൽ നമ്മൾ ജയിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെബ് സീരീസ്, ഇംഗ്ലീഷ് മൂവീസ്, സീൻ കാണാതെ സംഭവം ഇംഗ്ലീഷ് പഠിക്കാനാണ് ഞാനത് കാണുന്നത് എന്ന് കരുതി സബ് ടൈറ്റിൽസ് മാത്രം ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷായിട്ട് കുറച്ചും കൂടെ ഒരു ഇത്. അപ്പൊ IELTS പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സ് നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ. നല്ല മാർക്ക് കൂടെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആൻഡ് നിങ്ങളൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്യുക. ഇപ്പം കുറേ ആൾക്കാർ എപ്പോഴും സാന്റാ മോണിക്കയാണ് നോക്കുന്നത്. ആൻഡ് ഞാൻ പഠിച്ചതുകൊണ്ട് പറയാൻ മെഡിസിറ്റിയും അത്ര അടിപൊളിയാണ് കേട്ടോ. പനിയാണ്, സംസാരിക്കാൻ വയ്യ. എങ്കിലും ഞാൻ ഈ വിഷയം തീർത്തിട്ടേ പോകത്തുള്ളൂ ഗൈസ്. അപ്പോൾ വിസ പ്രോസസ്സിൻ്റെ കൂട്ടത്തിൽ ഏജൻസി കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന കോഴ്സിനാണ് പോകുന്നത്, ഏത് കോഴ്സിനാണോ പോകുന്നത് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുക. അവർ ഇപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന കുട്ടികൾക്ക് വിസ കിട്ടുന്നതിനും അല്ലെങ്കിൽ ഒരു ഏജൻസി കോൺടാക്ട് ചെയ്യുന്നതിനും ഒരു പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമാണത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നല്ല അത്യാവശ്യം ഇച്ചിരി പബ്ലിസിറ്റി ഉള്ള 2-3 ഏജൻസീസിൽ ഞാൻ പോയിട്ട് പൈലറ്റ് ട്രെയിനിങ്ങിനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത്ര എമൗണ്ട് ആണ് എൻ്റെ കോളേജിൽ അടയ്ക്കേണ്ടത്, അപ്പം വിസ ഒന്ന് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ദേ സെഡ് ലൈക്ക് നോ. ബിക്കോസ് പൈലറ്റ് ട്രെയിനിങ്ങിന് അങ്ങനെ എപ്പോഴും സ്റ്റുഡൻസ് അങ്ങനെ വിസ എടുത്ത് പോകാറില്ല. ആൻഡ് ഓരോ ഏജൻസീസിനും ലൈക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ഇപ്പോൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവും. നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി അല്ല. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കുറേ സബ്ജക്ട്സിന് വേണ്ടിയിട്ട് കുറേ കുട്ടികൾ പല സബ്ജക്ട്സിനും അതിനൊക്കെ ആയിട്ട് വന്ന് പഠിക്കുന്ന ഒരു സംഭവമാണ്.
ബട്ട് നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അക്കാഡമി ഓർ സ്കൂൾ, അതൊരു പ്രൈവറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് കോൺട്രാക്ട് ഇല്ലാത്തത് കൊണ്ടാകാം മേ ബി ഏജൻസീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിസ ചെയ്ത് കൊടുക്കാമെന്നവർ പറയാത്തത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ അപ്ലൈ ചെയ്ത സെയിം ആ ഒരു കുട്ടി ഏജൻസി ത്രൂ ആണ് ഞാനും എൻ്റെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം ചെയ്തത്. ആൻഡ് ഇഫ് എനിവൺ വാണ്ട് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് ഏജൻസി പ്ലീസ് ടെക്സ്റ്റ് മീ ഓർ കമന്റ് ബിലോ. കമന്റ് ബിലോ. അപ്പം ഞാനൊരു ഏജൻസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. 3 കാര്യങ്ങൾ പറഞ്ഞു. റിക്വയർമെന്റ്സ്, കൺട്രീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഏത് കൺട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൺട്രി ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് വിസേന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അബൌട്ട് സ്കൂൾ. സോ ദ 4th ടോപ്പിക് ഈസ് സ്കൂൾ. ഒരു സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈയിങ് സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ എയർക്രാഫ്റ്റ് അവൈലബിലിറ്റി, ഇൻസ്ട്രക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആൻഡ് എന്തൊക്കെ കോഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാം. എയർക്രാഫ്റ്റ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ കുറേ ഫ്ലൈറ്റ്സ്, കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ എയർക്രാഫ്റ്റ്സ് വേണം. അപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് 19 സെസ്ന 172 ആണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കുറേ കുട്ടികൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എയർക്രാഫ്റ്റിന്റെ അവൈലബിലിറ്റി ഉണ്ടാവണം. കാരണം നമ്മൾ നാളെ ബുക്ക് ചെയ്യുക, നമുക്ക് നാളെ എയർക്രാഫ്റ്റ് കിട്ടണം. ഇപ്പം 3-4 എയർക്രാഫ്റ്റ് ഉണ്ട്, ഒരു 100-100 സ്റ്റുഡൻസും ഉണ്ട്. ഇവരെങ്ങനെ ഷെഡ്യൂൾസും കാര്യങ്ങളും, അതായത് ടൈം ഷെഡ്യൂൾ ചെയ്ത് ഓരോരുത്തർക്കായിട്ട് നമ്മൾ ഫ്ലൈങ്ങിന് കൊടുക്കും എന്നാലോചിക്കണം. അത്യാവശ്യം എയർക്രാഫ്റ്റ്സ് ഉള്ള ഒരു സ്കൂൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്, ബിക്കോസ് നമ്മുടെ ട്രെയിനിങ് ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇൻസ്ട്രക്ടേഴ്സ് അത്യാവശ്യം ഉള്ള സ്കൂള്, അല്ലെങ്കിൽ നന്നായിട്ട് ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു സ്കൂൾ ചൂസ് ചെയ്യാം. ഞാനത്തെ സ്കൂളിനെ പറ്റി എനിക്ക് പറയാനുള്ളത് കോഴ്സ്. അപ്പം നമുക്ക് എന്തൊക്കെ കോഴ്സ് ഉണ്ട്? ചില സ്കൂളുകളിൽ PPL അല്ലെങ്കിൽ CPL മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ സ്കൂളിൽ PPL, CPL, മൾട്ടി എഞ്ചിൻ, IFR എല്ലാ സംഭവങ്ങളും ഉണ്ട് കേസ്. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. പിന്നെ ഞാൻ പഠിക്കാത്തതിനൊരു കുറവും കൂടെ ഉള്ളൂ. അങ്ങനെയല്ല, ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലരുണ്ട് ലൈക്ക് PPL ഒക്കെ വേറെ കൺട്രിയിൽ ചെയ്തിട്ട് ഇപ്പം കാനഡയിലോട്ട് വരാണ്. ഇപ്പം സൗത്ത് ആഫ്രിക്കയിലൊക്കെ PPL ചെയ്തു. അവിടെ കുറേ പേര് ഇങ്ങനെ ഫ്ലൈങ് ചെയ്യുന്നത് എനിക്കറിയാം. കുറേ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു. ഇപ്പം എനിക്ക് ഇൻസ്റ്റേ ത്രൂ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ PPL അവിടെ ചെയ്തിട്ട് CPL ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡയിലോട്ട് വന്നു. അപ്പോൾ CPL മാത്രം നമ്മുടെ കോളേജിൽ നമുക്ക് ചെയ്താൽ പോരെ? അപ്പോൾ ആ ഒരു കോഴ്സ് അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് കോളേജ് ചൂസ് ചെയ്യുക. ഞാൻ പഠിക്കുന്നത് കോസ്റ്റൽ പസഫിക് ഏവിയേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ അക്കാഡമിയിലാണ്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അത്യാവശ്യം നല്ല സ്കൂൾ തന്നെയാണ് കോസ്റ്റൽ പസഫിക് ഏവിയേഷൻ. ഞാനിവിടെ കാനഡയിൽ BC എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ, ഇപ്പം ഒരുപാട് പ്രൊവിൻസ് കാനഡയെ പറ്റി ഒന്നും അറിയാത്തവർത്താണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ കാനഡ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രൊവിൻസുകൾ ഉണ്ട്. അപ്പോൾ ഈ പ്രൊവിൻസുകളിൽ ഒന്നാണ് BC എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കൊളംബിയ. അപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ അബറ്റ്സ്ഫോർഡ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം BC എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ അബറ്റ്സ്ഫോർഡിൽ കോസ്റ്റൽ പസഫിക് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ആൻഡ് അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, കോസ്റ്റൽ പസഫിക് ഏവിയേഷൻ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് കോളേജായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക ത്രൂ ഇമെയിൽ. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ, ബിക്കോസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് 5th one, എക്സാംസ് ഗൈസ്. എക്സാംസ് എന്തൊക്കെ എക്സാം ആണ് പൈലറ്റ് ട്രെയിനിങ്ങിന് വരുന്നത്? അപ്പോൾ അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തിനൊക്കെ അറിയാമോ ഗൈസ്? ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നാട്ടിൽ നമ്മൾ DGCA അണ്ടറിലാണ് എക്സാം എഴുതുന്നത്. ഓക്കെ. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചവരുണ്ട്, DGCA കംപ്ലീറ്റ് ആയോ ചേച്ചി? നോ, ബിക്കോസ് ഞാൻ പഠിക്കുന്നത് ഇന്ത്യയിലല്ല, ഐ മീൻ കാനഡ. സോ കാനഡയിൽ CARS RS അല്ല, CAR വരെ കൂട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് ഞങ്ങളുടെ എക്സാം വരുന്നത്. ദാറ്റ് മീൻസ് കനേഡിയൻ ഏവിയേഷൻ റെഗുലേഷൻസ്. ഓക്കെ. അപ്പോൾ ഞാൻ DGCA കംപ്ലീറ്റ് ആയിട്ട് വന്ന കുട്ടിയല്ല. ഇപ്പം നാട്ടിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നാട്ടിൽ പഠിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ DGCA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ദാറ്റ് മീൻസ് ഗ്രൗണ്ട് സ്കൂൾ ഫുൾ അറ്റൻഡ് ചെയ്ത് എക്സാംസ് ക്ലിയർ ചെയ്തതിന് ശേഷം യു ക്യാൻ കം ഹിയർ, റൈറ്റ്? ഓക്കെ. ഇവിടെ വരാം. വന്നതിന് ശേഷം എക്സാംസും കാര്യങ്ങളും, ഇവിടുത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്തവർക്ക് ഇവർക്ക് ഇവിടെ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്ത് ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്ത് യു ക്യാൻ ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് ലൈസൻസ് കൺവേർട്ട് ചെയ്യുക. ബിക്കോസ് നമ്മൾ കാനഡയിൽ വന്നിട്ട് പഠിച്ചിട്ട് കിട്ടുന്ന ലൈസൻസ് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് DGCA കംപ്ലീറ്റ് ആയതുകൊണ്ട് പിന്നെയും DGCA എക്സാം എഴുതി അവിടെ ജോലിക്ക് കയറേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയോട് തിരിച്ചു പോയി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.
കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് എൻ്റെ തലയ്ക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ മാക്സിമം പറഞ്ഞു തരാൻ നോക്കുന്നുണ്ട്. എന്തൊക്കെ എക്സാം എന്ന് വെച്ചാൽ പി സ്റ്റാർ എന്ന് പറഞ്ഞ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ബേസിക്സ്. പൈലറ്റ് ട്രെയിനിങ്ങിന് നമുക്ക് ഇപ്പം റൺവേയിൽ നമ്മൾ പാലിക്കേണ്ട റൂൾസ്, അല്ലെങ്കിൽ 2 എയർക്രാഫ്റ്റ് മേർജ് ചെയ്ത് വരുമ്പം ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലൈറ്റ്സ് എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പി സ്റ്റാർ എക്സാം. അതൊരു കുട്ടി എക്സാം ആണ്. 50 ക്വസ്റ്റ്യൻസ് എന്തോ സംതിങ് എന്താണ് ഉള്ളത്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ലൈക്ക് 48 മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ബാക്കി 2 അറിയാതെ കളഞ്ഞു പോയത്. പോട്ടെ. അതിനുശേഷം നമുക്ക് ഇവിടെ വേണ്ടത് റേഡിയോന്റെ ലൈസൻസ് ആണ്. റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെവിയിൽ വെച്ചിട്ട് ഒരു സംഭവമൊക്കെ പറഞ്ഞില്ല, ഹലോ എന്ന് പറയത്തില്ല കേട്ടോ. ദിസ് ഈസ് ജസ്റ്റ് നമ്പർ 22 ജൂലിയറ്റ് പാപ്പ റോമിയോ റെഡി ഫോർ ടേക്ക് ഓഫ് ഫ്രം റൺവേ 19 എന്നൊക്കെ പറയില്ല. ആ സംഭവമാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ പൈലറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ ബേസിക്സ് ഉണ്ട്. അവിടെ നമ്മൾ പറയാൻ പാടില്ലാത്ത വേർഡ്സ് ഉണ്ട്, എങ്ങനെ പറയണം എന്നുള്ളതുണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ കോഡ് യൂസ് ചെയ്ത് പറയാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 എക്സാം. ഈ 2 എക്സാം കുട്ടി 2 ബേസിക് എക്സാം മാത്രമാണ്. നമ്മുടെ സ്കൂളിൽ വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് സ്റ്റെപ്പ്, PPL, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. ഞാനിപ്പോൾ PPL സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് മെയിൻ എക്സാം നമ്മുടെ PPL ആണ്, ജസ്റ്റ് നോട്ട് ഇറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് CPL, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. അതായത് നമ്മൾ ബിഗ് എയർപ്ലെയിൻസ് ഓടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു മെയിൻ ഐറ്റമാണ് CPL, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് അലോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഇപ്പോൾ എയർലൈൻസിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾക്ക് CPL വേണം. So the next one is CPL, commercial pilot license. Commercial pilot license-ന് വേണ്ടിയിട്ട് you will complete your written and the flight test as well. So നമ്മൾ PPL സെയിം അത് തന്നെ. CPL കുറച്ചും കൂടെ ടഫ് ആയിരിക്കും, ബട്ട് നമ്മളത് ക്രാക്ക് ചെയ്യണം ബിക്കോസ് വി വോണ്ട് ടു ബിക്കം പൈലറ്റ്സ്, റൈറ്റ്? മൾട്ടി എഞ്ചിൻ റേറ്റിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു എഞ്ചിൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്ലൈറ്റ് ചെയ്യുന്നത്. ബട്ട് മൾട്ടി എഞ്ചിൻ റേറ്റിംഗ് വരുമ്പോൾ Q engines. Okay. IFR means instrument flight rating. PPL ആയിരിക്കുമ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ പുറത്തൊക്കെ നോക്കിയിട്ട് അവിടെ ലൊക്കേഷൻസ് നോക്കി നമ്മൾ അങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഹൊറൈസൺ നോക്കി നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ താഴോട്ട് നോക്കി അല്ലെങ്കിൽ അവിടെ നോക്കി ട്രാഫിക് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നു. പുറത്തോട്ട് നോക്കിയിട്ട് ഫ്ലൈറ്റ് കറക്റ്റ് ക്രൂസിൽ കൊണ്ടുപോകാൻ നോക്കുന്നു. ഓക്കെ, ദാറ്റ്സ് VFR. ഞാനിപ്പോൾ ചെയ്യണമെങ്കിൽ VFR ആണ്, വിഷ്വൽ ഫ്ലൈറ്റ് റേറ്റിംഗ്, റൈറ്റ്? IFR എന്ന് പറഞ്ഞ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് മാത്രം നോക്കിയിട്ട് ഫ്ലൈ ചെയ്യുന്നതാണ്. IFR നമ്മൾ വലിയ എയർലൈൻസിലൊക്കെ വലിയ മഴയത്തും കാറ്റത്തും നമ്മൾ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് പോകുന്ന കാണാം. ദാറ്റ് മീൻസ് അത് IFR ആണ്. IFR എന്ന് പറയുമ്പം നമ്മുടെ ഈ കോക്പിറ്റിൻ്റെ അകത്ത് കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. അത് നോക്കി മാത്രം ഫ്ലൈ ചെയ്യുന്നതിനാണ് IFR എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെന്റ് ഫ്ലൈറ്റ് റേറ്റിംഗ്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ട കോഴ്സ്. എനിക്ക് പഠിച്ചു തീർക്കാനുള്ള കോഴ്സ് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഇൻസ്ട്രക്ടർ റേറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിൽഡ് അപ്പ് യുവർ അവേഴ്സ്, റൈറ്റ്? നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അവേഴ്സ് ആണ്. മാക്സിമം അവേഴ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ എത്രത്തോളം അവേഴ്സ് ഉണ്ടോ ആ അവേഴ്സിനനുസരിച്ചായിരിക്കും നമുക്കൊരു എയർലൈൻസിൽ ജോലി കിട്ടുന്നത്. സോ നമ്മൾ മാക്സിമം അവേഴ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കാം. നമുക്ക് ഇത്രയും കോഴ്സ് കംപ്ലീറ്റ് ആയത് കൊണ്ട് നത്തിങ്. ദെൻ ദ ലാസ്റ്റ് വൺ ആൻഡ് ദ മെയിൻ വൺ, എക്സ്പെൻസ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. ഐ നോ ദാറ്റ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഐ നോ ദാറ്റ് ഈവൻ എനിക്കും അത്ര വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇതിനെ പറ്റി ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എടുത്തത്. അപ്പം ഞാൻ ഇതുവരെയുള്ള എൻ്റെ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, മേ ബി ഒരു 45 to 50 lakhs, ഓക്കെ, വിത്തൗട്ട് ലിവിങ് എക്സ്പെൻസ് ഇൻ കാനഡ. ദെൻ എനിക്ക് ഇതിൽ മിക്ക കാര്യങ്ങളും പറഞ്ഞു തന്നെ എൻ്റെ ഒരു ചേട്ടനാണ്. ആൻഡ് ഹീസ് ഓൾസോ സ്റ്റഡിങ് ഇൻ മൈ കോളേജ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പുള്ളിക്കാരൻ ഇപ്പോൾ ഇൻസ്ട്രക്ടർ റേറ്റിംഗ് സംതിങ് എന്താണ് പഠിക്കുന്നത്. അതെ ആണ്. അപ്പോൾ അവരൊക്കെ ഈ ഒരു എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു കണക്കൂട്ടൽ പ്രകാരം 45 to 50 lakhs നിൽക്കും. 2 yearsനുള്ളിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഗുഡ്. നമ്മൾ പെട്ടെന്ന് പഠിച്ച് തീർത്താൽ വിത്തിൻ 45 to 50 lakhs തീരും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഇയർ അവർ എക്സ്പെൻസിൽ അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ട് ഇതാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെ ആയിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അതിന് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്ത് നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ നിൽക്കരുത്. മൂവ് ഓൺ. പ്ലാൻ A ഇല്ല, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ B ആലോചിച്ച് വെക്കുക, പറ്റില്ലെങ്കിൽ C ആലോചിച്ച് വെക്കുക.
അപ്പോൾ പൈലറ്റ് ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചൊന്നും ഇരിക്കേണ്ട ഒരാവശ്യമില്ല. ഞാനും ലോണൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ലോണിനൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. +2 കഴിഞ്ഞിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ലോണിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. നല്ല മടി വരും ഈ കോഴ്സ് എടുക്കുമ്പോഴത്തേന്. കാരണം ഇവിടെ നമ്മൾ ആരെ തല്ലി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കോളേജുകാരോ ഒന്ന് ചൂരിലെടുത്ത് വെച്ച് ചന്തിക്കടിച്ചിട്ട് ഇത് പഠിക്കുക, ഇത് നീ പഠിച്ചാലേ നീ ജയിക്കത്തുള്ളൂ എന്നൊന്നും പറയത്തില്ല. സോ നമുക്ക് നല്ല മടി വരും. ഓക്കെ, ഇവിടെ ആരും നിങ്ങൾക്ക് ഫ്ലൈങ്ങിന് ബുക്ക് ചെയ്ത് തരത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടറിന് മെസ്സേജ് അയക്കുക, എനിക്ക് ഇന്ന് ഫ്ലൈങ് വേണം. പുള്ളിക്കാരൻ ബുക്ക് ചെയ്ത് തരും, പുള്ളിക്കാരൻ പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോകും. അതുകൊണ്ട് നമ്മൾ സ്റ്റേ ഫോക്കസ്ഡ്. കുറേ ഡിസ്ട്രാക്ഷൻസ് ഒരു എബ്രോഡ് സ്റ്റുഡൻറ്റിന് ഇഷ്ടംപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വരാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം പൈലറ്റ് ട്രെയിനിനുള്ള കുറേ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സ്റ്റേ ഫോക്കസ്ഡ്. നമുക്കൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാനായിട്ട് സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ബൈ ബൈ. ലൈക്ക്, ഷെയർ.